وَلَقَدْ صَرَّفْنَا فِي هَذَا الْقُرْآنِ لِيَذَّكَّرُوا وَمَا يَزِيدُهُمْ إِلَّا نُفُورًا. ജനങ്ങൾ ബോധവാന്മാരാവേണ്ടതിനായി നാം ഈ ഖുർആനിലൂടെ പലവിധത്തിലും യാഥാർത്ഥ്യം വിശദീകരിച്ചു കൊടുത്തു. പക്ഷേ അവർ സത്യത്തിൽ നിന്ന് കൂടുതൽ കൂടുതൽ അകന്നുകൊണ്ടിരിക്കുകയാകുന്നു. قُلْ لَوْ كَانَ مَعَهُ آلِهَةٌ كَمَا يَقُولُونَ إِذًا لَابْتَغَوْا إِلَى ذِي الْعَرْشِ سَبِيلًا. പ്രവാചകരെ അവരോട് പറയുക, അവർ പറയുന്നത് പോലെ അല്ലാഹുവിന്റെ കൂടെ വേറെയും ദൈവങ്ങളുണ്ടായിരുന്നുവെങ്കിൽ ആ ദൈവങ്ങൾ തീർച്ചയായും സിംഹാസനത്തിന് അധിപനായവന്റെ സ്ഥാനത്തെത്താൻ ശ്രമിക്കുമായിരുന്നു. അവർ ഓരോരുത്തരും സ്വയം സിംഹാസനത്തിന്റെ അധികാരികളാവാൻ ശ്രമിക്കുമായിരുന്നു. എന്തുകൊണ്ടെന്നാൽ മറ്റു ചിലർ കൂടി ദൈവത്തിൽ പങ്കാളികളാവുക എന്നതിന് രണ്ടിൽ ഒരു രൂപമാണുണ്ടാവുക. ഒന്നുകിൽ എല്ലാവരും അവരവരുടെ സ്ഥാനങ്ങളിൽ തികച്ചും സ്വതന്ത്രരായ ദൈവങ്ങൾ, അല്ലെങ്കിൽ കൂട്ടത്തിൽ ഒരാൾ മാത്രം യഥാർത്ഥ ദൈവം, മറ്റുള്ളവരെല്ലാം അവന്റെ ദാസന്മാർ. പക്ഷെ അവർക്കവൻ ദിവ്യത്വത്തിന്റെ ചില അധികാരങ്ങൾ നൽകിയിരിക്കുന്നു. അതിലൊന്നാമത്തെ രൂപമാണെങ്കിൽ ഈ വ്യത്യസ്ത സ്വതന്ത്ര ദൈവങ്ങളിൽ ഓരോരുത്തരും എല്ലായ്പ്പോഴും എല്ലാ കാര്യങ്ങളിലും മറ്റുള്ളവരുടെ ഉദ്ദേശ്യങ്ങൾക്ക് അനുയോജ്യമായി മാത്രം പ്രവർത്തിക്കുകയാണെന്ന് കരുതുക. എങ്കിൽ ഈ മഹാപ്രപഞ്ചത്തിന്റെ വ്യവസ്ഥയെ ഇത്രയും സന്തുലിതമായും ഏകതാനതയോടെയും രഞ്ജിപ്പോടെയും നടത്തിക്കൊണ്ടുപോവുക എന്നത് ഒരു വിധത്തിലും സംഭവ്യമല്ല. അവരുടെ ഉദ്ദേശ്യങ്ങളിലും ലക്ഷ്യങ്ങളിലും അടിക്കടി പരസ്പര സംഘട്ടനങ്ങളുണ്ടാവുക അനിവാര്യമാണ്. ഓരോ ദൈവവും തന്റെ ദിവ്യത്വം ഇതര ദൈവങ്ങളെ ആശ്രയിച്ചല്ലാതെ നടക്കുന്നില്ലെന്ന് കാണുമ്പോൾ സ്വന്തമായി തന്നെ മുഴുവൻ പ്രപഞ്ചത്തിന്റെയും അധികാരിയാവാൻ ശ്രമിക്കും. രണ്ടാമത്തെ രൂപത്തിലാകട്ടെ, അടിമത്താവസ്ഥ ദൈവത്തിന്റെ അധികാരങ്ങൾ അല്പം പോലും ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല. ഇനി എപ്പോഴെങ്കിലും ഏതെങ്കിലും സൃഷ്ടിയിലേക്ക് അല്പമെങ്കിലും ദിവ്യത്വം നീക്കപ്പെടുകയാണെങ്കിൽ അവൻ ഉടനെ പിടുത്തത്തിൽ നിന്ന് കുതറിച്ചാടും. ഒരു നിമിഷം പോലും അടിമയായി നിൽക്കാൻ ഇഷ്ടപ്പെടുകയില്ല. താമസിയാതെ മുഴുവൻ ലോകത്തിന്റെയും ദൈവമായി തീരുന്നതിനെക്കുറിച്ച് അവൻ ചിന്തിച്ചു തുടങ്ങുകയും ചെയ്യും. ആകാശഭൂമികളിലെ മുഴുവൻ ശക്തികളും ഒന്നിച്ചു പ്രവർത്തിച്ചാൽ പോലും ഗോതമ്പിന്റെ ഒരു മണിയോ ഒരു പുൽക്കൊടി പോലുമോ ഉണ്ടാവുകയില്ല എന്നതാണ് ഈ പ്രപഞ്ചത്തിന്റെ അവസ്ഥ. എങ്കിൽ അങ്ങനെയുള്ള ഈ പ്രപഞ്ചത്തിന്റെ ഭരണം ഒന്നിലധികം സ്വതന്ത്രമോ അർദ്ധസ്വതന്ത്രമോ ആയ ദൈവങ്ങൾക്ക് നടത്താൻ സാധിക്കുമെന്ന് വിഭാവന ചെയ്യാൻ തികഞ്ഞ വിഡ്ഢിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. മറിച്ച് ഈ വ്യവസ്ഥയുടെ സ്വഭാവത്തെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചും അല്പമെങ്കിലും ചിന്തിക്കാൻ ശ്രമിച്ച ഒരാൾ ഇവിടെ ദൈവം ഒന്നു മാത്രമേയുള്ളൂവെന്നും അവന്റെ കൂടെ ഒരു പദവിയിലും മറ്റൊരാൾക്കും പങ്കുണ്ടാവാൻ സാധ്യതയില്ലെന്നുമുള്ള നിഗമനത്തിലെത്താതിരിക്കാൻ നിർവാഹമില്ല തന്നെ. സുബ്ഹാനഹു വതആല അമ്മാ യഖൂലൂന ഉലുവൻ കബീറാ. ഈ ആളുകൾ ജൽപ്പിക്കുന്നതിൽ നിന്നെല്ലാം പരിശുദ്ധനും അത്യുന്നതനുമത്രേ അവൻ. تسبح له السماوات السبع والأرض ومن فيهن وإن من شيء إلا يسبح بحمده ولكن لا تفقهون تسبيحهم إنه كان حليما غفورا. ഏഴാകാശങ്ങളും ഭൂലോകവും അവയിലുള്ളതൊക്കെയും അവന്റെ വിശുദ്ധി പ്രകീർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നു. അവനെ സ്തുതിക്കുന്നതോടൊപ്പം അവന്റെ വിശുദ്ധി പ്രകീർത്തനം ചെയ്തുകൊണ്ടിരിക്കാത്ത ഒരു വസ്തുവുമില്ല. പക്ഷേ നിങ്ങൾ അവയുടെ പ്രകീർത്തനം ഗ്രഹിക്കുന്നില്ല. അവൻ വളരെ കനിവുള്ളവനും പൊറുക്കുന്നവനുമാകുന്നു എന്നതത്രേ യാഥാർത്ഥ്യം. പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും പരിപാലിച്ച് സംരക്ഷിക്കുകയും ചെയ്യുന്നവൻ എല്ലാ ന്യൂനതകളിൽ നിന്നും ദൗർബല്യങ്ങളിൽ നിന്നും ദിവ്യത്വത്തിൽ വല്ല പങ്കാളികളും ഉണ്ടാവുന്നതിൽ നിന്നും തികച്ചും പരിശുദ്ധനാണ്. ഈ യാഥാർത്ഥ്യം മുഴുവൻ പ്രപഞ്ചവും അതിലെ മുഴുവൻ വസ്തുക്കളും അവയുടെ സമ്പൂർണ്ണ അസ്തിത്വത്തിലൂടെ സാക്ഷ്യം വഹിക്കുന്നുണ്ട്. സ്തുതിക്കുന്നതോടൊപ്പം വിശുദ്ധി പ്രകീർത്തിക്കുക എന്നു പറഞ്ഞതിന്റെ താൽപര്യം ഇതാണ്. ഓരോ വസ്തുവും അവയുടെ സ്രഷ്ടാവും രക്ഷിതാവുമായവൻ എല്ലാ വിധത്തിലുമുള്ള ന്യൂനതകളിൽ നിന്നും കുറവുകളിൽ നിന്നും ദൗർബല്യങ്ങളിൽ നിന്നും പരിശുദ്ധനാണെന്ന് വ്യക്തമാക്കുക മാത്രമല്ല ചെയ്യുന്നത്, മറിച്ച് അവൻ എല്ലാ പൂർണ്ണതകളും ഉള്ളവനാണെന്നും എല്ലാ പ്രകീർത്തനങ്ങൾക്കും അർഹനാണെന്നും കൂടി വ്യക്തമാക്കുന്നുണ്ട്. ഓരോ വസ്തുക്കളും അവയുടെ സമ്പൂർണമായ അസ്തിത്വത്തിലൂടെ വിളിച്ചു പറയുന്നു.
അവയെ സൃഷ്ടിക്കുകയും വ്യവസ്ഥപ്പെടുത്തുകയും ചെയ്തവനിലാണ് എല്ലാ പൂർണ്ണതകളും ചെന്നവസാനിക്കുന്നത്. സ്തുതിക്കുക എന്നൊന്നുണ്ടെങ്കിൽ അത് അവനു മാത്രം അവകാശപ്പെട്ടതാണ്. നിങ്ങൾ അവന്റെ മുമ്പിൽ വെച്ച് അടിക്കടി അങ്ങേയറ്റം മര്യാദകേട് കാട്ടിയിട്ടും അവന്റെ പേരിൽ പല വിധത്തിലുള്ള ആരോപണങ്ങൾ കെട്ടിച്ചമച്ചിട്ടും നിങ്ങൾക്കവൻ പുറത്തു തരുന്നു. നിങ്ങളുടെ ആഹാരം മുടക്കിക്കളയുന്നില്ല, അവന്റെ അനുഗ്രഹങ്ങൾ തടയുന്നില്ല. ഓരോ പ്രാവശ്യം മര്യാദകേട് കാണിക്കുമ്പോഴും ഉടനെ തന്നെ ഇടിത്തീ വീഴുന്നില്ല. ഇതവന്റെ സഹനം കൊണ്ടും വിട്ടുവീഴ്ച കൊണ്ടും മാത്രമാണ്. അതേപോലെ അവൻ വ്യക്തികൾക്കും സമുദായങ്ങൾക്കും കാര്യങ്ങൾ മനസ്സിലാക്കാനും ബോധവാന്മാരാകാനും വേണ്ടത്ര സമയം കൊടുക്കുന്നു. അവരെ ഗ്രഹിപ്പിക്കാനും നേർമാർഗം കാണിക്കാനും അടിക്കടി പ്രവാചകന്മാരെയും പ്രബോധകന്മാരെയും പരിഷ്കർത്താക്കളെയും നിയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ആരെങ്കിലും തങ്ങളുടെ തെറ്റുകൾ മനസ്സിലാക്കി നേർമാർഗം സ്വീകരിക്കുകയാണെങ്കിൽ കഴിഞ്ഞുപോയ കുറ്റങ്ങൾ മാപ്പാക്കുന്നു. ഇതും അവന്റെ സഹനത്തിന്റെയും വിട്ടുവീഴ്ചയുടെയും ഉത്തമ ദൃഷ്ടാന്തമാണ്. وَإِذَا قَرَأْتَ الْقُرْآنَ جَعَلْنَا بَيْنَكَ وَبَيْنَ الَّذِينَ لَا يُؤْمِنُونَ بِالْآخِرَةِ حِجَابًا مَسْتُورًا. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ താങ്കൾക്കും പരലോകത്തിൽ വിശ്വസിക്കാത്തവർക്കുമിടയിൽ നാം ഒരു അദൃശ്യമായ മറയിടുന്നു. وَجَعَلْنَا عَلَى قُلُوبِهِمْ أَكِنَّةً أَن يَفْقَهُوهُ وَفِي آذَانِهِمْ وَقْرًا وَإِذَا ذَكَرْتَ رَبَّكَ فِي الْقُرْآنِ وَحْدَهُ وَلَّوْا عَلَى أَدْبَارِهِمْ نُفُورًا. അത് ഗ്രഹിക്കാനാവാത്ത വിധം അവരുടെ മനസ്സുകൾക്ക് മൂടിയിടുന്നു, അവരുടെ കാതുകൾക്കും അടപ്പിടുന്നു. താങ്കൾ ഖുർആനിൽ ഏകനായ റബ്ബിനെ മാത്രം പ്രസ്താവിക്കുമ്പോൾ അവർ നീരസത്തോടെ പിന്തിരിഞ്ഞു പോകുന്നു. മനുഷ്യന്റെ ഹൃദയത്തിന് താഴു വീഴുകയും ഖുർആൻ മുമ്പിൽ വയ്ക്കുന്ന ഈ പ്രബോധനത്തെ സംബന്ധിച്ചിടത്തോളം കാതുകൾ അടഞ്ഞു പോവുകയും ചെയ്യുക എന്നത് പരലോകത്തിൽ വിശ്വസിക്കാത്തതിന്റെ സ്വാഭാവിക ഫലമാണ്. ഖുർആനിക പ്രബോധനത്തിന്റെ അടിസ്ഥാനം തന്നെ മറ്റൊന്നാണ്. അതായത്, നിങ്ങൾ ഐഹിക ജീവിതത്തിന്റെ ബാഹ്യവശങ്ങളിൽ വഞ്ചിതരാവരുത്. ഇവിടെ ഒരു വേള കണക്ക് ചോദിക്കുന്നവരും ഉത്തരം ബോധിപ്പിക്കപ്പെടേണ്ടവരുമായി ആരെയും കാണുന്നില്ലെങ്കിൽ തന്നെ നിങ്ങൾ ഒരിക്കലും ആരുടെയും മുമ്പിൽ ഉത്തരവാദിയല്ലെന്നും ആരോടും ഉത്തരം പറയേണ്ടതില്ലെന്നും തെറ്റിദ്ധരിക്കരുത്. ഇവിടെ ബഹുദൈവത്വം, നിരീശ്വരത്വം, സത്യനിഷേധം, ഏകദൈവത്വം തുടങ്ങി ഏത് സിദ്ധാന്തത്തിനും സ്വതന്ത്രമായി അധികാരം വാഴാൻ സാധിക്കുന്നുണ്ട്. ഭൗതിക വീക്ഷണത്തിൽ എന്തെങ്കിലും പ്രത്യേക വ്യത്യാസം അവയ്ക്കിടയിൽ കാണപ്പെടുന്നുമില്ല. അതുകൊണ്ട് ഇവയ്ക്കെല്ലാം പ്രത്യേകം പരിണാമങ്ങൾ ഉണ്ടാവുകയില്ല എന്ന് തെറ്റിദ്ധരിക്കരുത്. ഇവിടെ വേണമെങ്കിൽ അധർമ്മത്തിന്റെയും ദുർവൃത്തിയുടെയും മാർഗം സ്വീകരിക്കാം, അല്ലെങ്കിൽ അനുസരണത്തിന്റെയും ഭക്തിയുടെയും മാർഗം തിരഞ്ഞെടുക്കാം. ഫലത്തിൽ ഏത് സ്വീകരിച്ചാലും അനിവാര്യമായ അനന്തരഫലമൊന്നും ഉണ്ടാവില്ല. ഇതുകൊണ്ട് മാത്രം സുനിശ്ചിതമായ ധാർമ്മിക നിയമങ്ങളൊന്നും ആദ്യം മുതൽക്ക് തന്നെ ഇല്ലെന്ന് നിങ്ങൾ ധരിക്കരുത്. യഥാർത്ഥത്തിൽ ചോദ്യം ചെയ്യലും ഉത്തരം ബോധിപ്പിക്കലുമെല്ലാമുണ്ട്. പക്ഷേ മരണശേഷം മറ്റൊരു ലോകത്ത് വെച്ചായിരിക്കും. തൗഹീദിന്റെ സിദ്ധാന്തം സത്യവും മറ്റു സിദ്ധാന്തങ്ങൾ മിഥ്യയുമാണ്. പക്ഷെ അവയുടെ യഥാർത്ഥവും സുനിശ്ചിതവുമായ അനന്തരഫലങ്ങൾ മരണാനന്തര ജീവിതത്തിൽ മാത്രമേ പ്രകടമാവൂ. മറയ്ക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഈ യാഥാർത്ഥ്യം മറനീക്കപ്പെടുന്നതും അവിടെ വെച്ചു തന്നെ. സുനിശ്ചിതമായ ഒരു ധാർമ്മിക നിയമം അനിവാര്യമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ധിക്കാരം ദോഷകരവും അനുസരണം ഗുണകരവുമായിരിക്കും. പക്ഷേ ആ നിയമത്തിനനുസൃതമായി അന്തിമവും നിശ്ചിതവുമായ തീരുമാനങ്ങൾ എടുക്കുന്നത് മരണാനന്തര ജീവിതത്തിലാണ്. അതിനാൽ ഇഹലോകത്തെ ക്ഷണിക ജീവിതത്തിൽ നിങ്ങൾ വഞ്ചിതരാവരുത്. അതിലെ സംശയാസ്പദമായ പരിണാമങ്ങളെ മാത്രം അവലംബിക്കരുത്. മറിച്ച് അവസാനം നിങ്ങളുടെ രക്ഷിതാവിന്റെ മുമ്പിൽ ബോധിപ്പിക്കേണ്ടി വരുന്ന ഉത്തരത്തെക്കുറിച്ചായിരിക്കണം നിങ്ങൾ ചിന്തിക്കുന്നത്. പരലോകത്ത് നടക്കുന്ന പരീക്ഷയിൽ വിജയിക്കാൻ ഉതകുന്ന വിശ്വാസങ്ങളും സ്വഭാവങ്ങളും സ്വീകരിക്കുക. ഇതാണ് ഖുർആന്റെ പ്രബോധനം. എന്നാൽ പ്രാഥമികമായി പരലോകത്തെ തന്നെ അംഗീകരിക്കാതിരിക്കുകയും ഭൗതിക ജീവിതത്തിന്റെ പ്രത്യക്ഷ അനുഭവങ്ങളും അതേക്കുറിച്ചുള്ള ചിന്തകളും മാത്രം സർവാവലംബമാക്കുകയും ചെയ്യുന്നവരുണ്ട്. അവർ ഒരിക്കലും ഖുർആന്റെ ഈ പ്രബോധനത്തെ പരിഗണനീയമായി വീക്ഷിക്കുകയില്ലെന്നത് മനഃശാസ്ത്രപരമായ ഒരു യാഥാർത്ഥ്യമാണ്. ഈ ശബ്ദം അയാളുടെ കർണപുടങ്ങളിൽ തട്ടി പുറത്തു പോവുകയല്ലാതെ ഒരിക്കലും ഹൃദയത്തിനുള്ളിലേക്ക് പ്രവേശിക്കുകയില്ല.
പരലോകത്തിൽ വിശ്വസിക്കാത്തവരുടെ ഹൃദയങ്ങളും കാതുകളും പ്രവാചക പ്രബോധനത്തിന്റെ മുമ്പിൽ നാം ബന്ധിച്ചു കളയുമെന്ന ഖുർആന്റെ പ്രസ്താവന മനഃശാസ്ത്രപരമായ ഈ യാഥാർത്ഥ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് അവരിൽ ഇങ്ങനെയൊരവസ്ഥ ഉണ്ടാവുക എന്നത് നമ്മുടെ പ്രകൃതി നിയമമാണ്. മക്കയിലെ സത്യനിഷേധികളുടെ വാക്കുകൾ അള്ളാഹു അവർക്ക് തന്നെ തിരിച്ചു നൽകിയിരിക്കുകയാണെന്ന കാര്യം കൂടി ഇവിടെ ഗ്രഹിച്ചിരിക്കേണ്ടതാണ്. സൂറ ഹാമീം അസ്സജദയിൽ ആ വാക്കുകൾ ഖുർആൻ ഇങ്ങനെ ഉദ്ധരിച്ചിട്ടുണ്ട്. അവർ പറയുന്നു, നീ പ്രബോധനം ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദേശത്തിനു നേരെ ഞങ്ങളുടെ ഹൃദയങ്ങൾ അടച്ചു മൂടപ്പെട്ടിരിക്കുന്നു, ഞങ്ങളുടെ കാതുകളും ബധിരമാകുന്നു, ഞങ്ങൾക്കും നിനക്കുമിടയിൽ ഒരു മറ വീണിരിക്കുന്നു. നീ നിന്റെ പണി ചെയ്യുക, ഞങ്ങളുടെ പണി ഞങ്ങളും ചെയ്തുകൊള്ളാം. ഇവിടെ അവരുടെ ഇതേ വാക്കുകൾ ആവർത്തിച്ചുകൊണ്ട് അള്ളാഹു പറയുകയാണ്, നിങ്ങൾ സ്വയം ഒരു നന്മയായി ഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ആ നിലപാടുണ്ടല്ലോ, അത് യഥാർത്ഥത്തിൽ പരലോക നിഷേധം കാരണം നിങ്ങളെ ബാധിച്ച ഒരു ശാപമാണ്. ഏകനായ അള്ളാഹുവിനെക്കുറിച്ച് പ്രസ്താവിക്കുമ്പോൾ അവർ നീരസത്തോടെ പിന്തിരിഞ്ഞു പോകുന്നു എന്നാണ് ആയത്തിൽ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ അള്ളാഹുവിനെ മാത്രം രക്ഷിതാവായി അംഗീകരിക്കുകയും അവരുടെ കൃത്രിമ ദൈവങ്ങളെ സ്മരിക്കാൻ പോലും കൂട്ടാക്കാതിരിക്കുകയും ചെയ്യുന്നത് അവർക്ക് സഹിക്കുന്നില്ലെന്ന് സാരം. അവർ ചിന്തിക്കുന്നു, മനുഷ്യൻ അള്ളാഹുവിൽ മാത്രം ആവലാതികൾ സമർപ്പിക്കണം. മഹാന്മാരുടെ കഴിവുകളെക്കുറിച്ച് ഒരു വിചാരവുമില്ല. ജാരത്തിന്റെ അനുഗ്രഹങ്ങൾ അംഗീകരിക്കുന്നില്ല. അള്ളാഹുവിന്റെ ദൈവിക അധികാരങ്ങളുമായി ബന്ധപ്പെട്ടവരെന്ന് കരുതപ്പെടുന്ന മഹാന്മാരുടെ മുമ്പിൽ ഒരു വഴിപാടും വേണ്ടതില്ല. ഇത്തരം വാദങ്ങളൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. അവർ പറയുകയാണ്, ഇയാളുടെ കാര്യം വലിയ അത്ഭുതമാണല്ലോ. മൂപ്പരുടെ ദൃഷ്ടിയിൽ അദൃശ്യജ്ഞാനമുണ്ടെങ്കിൽ അത് അള്ളാഹുവിന് മാത്രം. കഴിവുകളായ കഴിവുകളെല്ലാം അള്ളാഹുവിന് മാത്രം. കൈകാര്യാവകാശങ്ങളും അധികാരങ്ങളും അള്ളാഹുവിന് മാത്രം. അവസാനം ഏതൊരു സന്നിധാനത്തിൽ നിന്ന് നമുക്ക് സന്താനങ്ങൾ ലഭിക്കുകയും രോഗങ്ങൾ ഭേദപ്പെടുകയും നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം പ്രകാശമാനമാവുകയും ഉദ്ദേശ്യങ്ങളെല്ലാം സഫലമാക്കപ്പെടുകയും ചെയ്യുന്നുവോ ആ സന്നിധാനത്തിലുള്ള മഹാന്മാർക്ക് ഒന്നുമില്ലെന്നോ? نحن أعلم بما يستمعون به إذ يستمعون إليك وإذ هم نجوى إذ يقول الظالمون إن تتبعون إلا رجلا مسحورا. അവർ താങ്കളുടെ ഭാഷണം ചെവിയോർത്ത് കേൾക്കുമ്പോൾ യഥാർത്ഥത്തിൽ കേൾക്കുന്നതെന്താണെന്നും പരസ്പരം കുശുകുശുക്കുമ്പോൾ പറയുന്നതെന്താണെന്നും നമുക്ക് നന്നായി അറിയാം. ആ ധിക്കാരികൾ പറയുന്നു, നിങ്ങൾ പിന്തുടരുന്നത് ആഭിചാരം ബാധിച്ച ഒരു മനുഷ്യനെ മാത്രമാകുന്നു. മക്കയിലെ സത്യനിഷേധികളുടെ തലവന്മാർ നടത്താറുണ്ടായിരുന്ന സംഭാഷണമാണ് സൂചിപ്പിക്കുന്നത്. അവരുടെ അവസ്ഥ ഇതായിരുന്നു: പാത്തും പതുങ്ങിയും ഖുർആൻ കേൾക്കും, എന്നിട്ട് അതിന് എന്തു മറുപടി പറയണമെന്ന് പരസ്പരം ആലോചിക്കും. ചിലപ്പോൾ തങ്ങളുടെ ആളുകളിൽ ആരെങ്കിലും ഖുർആൻ കേട്ടിട്ട് അതിൽ ആകൃഷ്ടനായിരിക്കുന്നുവെന്ന് തോന്നിയാൽ അവർ ഒരുമിച്ച് അയാളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും. ഇയാൾ ആരുടെ കെണിയിലാണ് ചെന്ന് വീഴുന്നത്? ഈ മനുഷ്യനാണെങ്കിൽ മാരണം ബാധിച്ചിരിക്കുകയാണ്. ശത്രുക്കളാരോ അയാൾക്ക് മാരണം ചെയ്തിരിക്കുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ പിച്ചും പേയും പറയാൻ തുടങ്ങിയത്. كيف ضربوا لك الأمثال فضلوا فلا يستطيعون سبيلا. നോക്കൂ, എന്തൊക്കെയാണവർ താങ്കളുടെ മേൽ വെച്ച് കെട്ടുന്നത്. അവർ തീരെ പിഴച്ചുപോയിരിക്കുന്നു. ഇനി അവർ സന്മാർഗം പ്രാപിക്കുന്നതല്ല. ഇവർ താങ്കളെക്കുറിച്ച് ഒരഭിപ്രായത്തിലും ഉറച്ചു നിൽക്കുന്നില്ല. വിവിധ സന്ദർഭങ്ങളിൽ വിവിധങ്ങളും വിരുദ്ധങ്ങളുമായ കാര്യങ്ങളാണ് പറയുന്നത്. ചിലപ്പോൾ പറയും താങ്കൾ സ്വയം മാരണം ചെയ്യുന്നവനാണെന്ന്. മറ്റു ചിലപ്പോൾ പറയും താങ്കൾക്ക് മറ്റാരോ മാരണം ചെയ്തിരിക്കുന്നെന്ന്. ചിലപ്പോൾ താങ്കൾ ഒരു കവിയാണെന്ന് പറയും, അല്ലെങ്കിൽ ഭ്രാന്തനാണെന്ന് പറയും. ഈ വിരുദ്ധവാദങ്ങൾ തന്നെ യാഥാർത്ഥ്യം അവർക്കറിയില്ലെന്നതിന്റെ തെളിവാണ്. ഇല്ലെങ്കിൽ ഓരോ തവണയും മാറ്റിപ്പറയുന്നതിന് പകരം ഒരഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുമല്ലോ. മാത്രമല്ല, ഈ പറയുന്ന ഒന്നിലും അവർക്ക് തന്നെ മനസമാധാനമില്ലെന്നും അത് വ്യക്തമാക്കുന്നുണ്ട്. ആദ്യം ഒരാരോപണം ഉന്നയിക്കും, പിന്നീട് സ്വയം തോന്നും അത് ശരിയായില്ലെന്ന്. അപ്പോൾ മറ്റൊന്നാരോപിക്കും, അതും പറ്റിയില്ലെന്ന് കാണുമ്പോൾ വേറൊന്ന് കൊണ്ടുവരും. ഇങ്ങനെ അവർ തന്നെ തങ്ങളുടെ പുതിയ പുതിയ ആരോപണങ്ങൾ കൊണ്ട് മുൻ ആരോപണത്തെ നിഷേധിക്കുന്നു. അവയ്ക്ക് സത്യവുമായി ഒരു ബന്ധവുമില്ലെന്നും കേവലം ശത്രുത കൊണ്ട് ഓരോ കള്ളത്തരങ്ങൾ കെട്ടിപ്പറയുകയാണെന്നും തെളിയിക്കുന്നു. وقالوا
أإذا كنا عظاما ورفاتا أإنا لمبعوثون خلقا جديدا. അവർ ചോദിക്കുന്നു, ഞങ്ങൾ കേവലം അസ്ഥികളും മണ്ണുമായി തീർന്നാൽ പിന്നെയും പുതിയ സൃഷ്ടിയായി എഴുന്നേൽപ്പിക്കപ്പെടുമെന്നോ? قل كونوا حجارة أو حديدا. അവരോട് പറയുക, നിങ്ങൾ കല്ലോ ഇരുമ്പോ ആയിക്കൊള്ളുക.